കരിയിലക്കുളങ്ങര മലമേൽ ഭാഗം ജനകീയ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം നടത്തി. കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CNN നമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. കരിയിലക്കുളങ്ങര മലമേൽ ഭാഗം ജനകീയ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. SSLC +2 പരീക്ഷകളിലും മറ്റ് ഉയർന്ന പരീക്ഷകളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവാർഡുകൾ നൽകിയത്. ചടങ്ങ് കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CNN നമ്പി ഉദ്ഘാടനം ചെയ്തു. നല്ല വിഭവ സമൃദ്ധമായ ഉച്ചക്കാലം നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. നല്ല അവിയല്, സാമ്പാർ, തോരന്, പുളിശ്ശേരി എന്നൊക്കെ പറഞ്ഞു ഓരോ ദിവസവും പള്ളിക്കൂടത്തിൽ കൊടുക്കുന്ന വിഭവം, ഭക്ഷണത്തിന് കൊടുക്കുന്ന വിഭവം അവിടുത്തെ നോട്ടീസ് ബോർഡിൽ രേഖപ്പെടുത്തണമെന്നാണ്. അപ്പൊ കുട്ടികൾ എന്തൊരു ഭാഗ്യം, യൂണിഫോം ഒക്കെ പള്ളിക്കൂടം തുറക്കുന്നതിന് മുമ്പ് തന്നെ യൂണിഫോം കൊടുക്കുക, തയ്യക്കൂലി കൊടുക്കുക. എത്ര മനോഹരമായ വിദ്യാഭ്യാസമാണ് ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്നത്. നോക്കൂ, ഞാനൊക്കെ പഠിക്കുമ്പോൾ പ്രൈമറി ക്ലാസ്സിൽ 3 രൂപ, UP ക്ലാസ്സിൽ 3 രൂപ ട്യൂഷൻ ഫീസും ഹൈസ്കൂളിൽ 6 രൂപ ട്യൂഷൻ ഫീസും കൊടുത്താണ് പഠിച്ചിരുന്നത്. BA-ക്കും MA-ക്കും ഒക്കെ പഠിക്കുമ്പോൾ എന്തൊരു ഫീസായിരുന്നു. അന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ സാർ ഇവിടുത്തെ MSN കോളേജിലോട്ട് പഠിക്കുന്നത്. MSN കോളേജ് 1964 അന്ന് R. ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ജൂനിയർ കോളേജുകൾ ധാരാളം ആരംഭിച്ചുകൊണ്ടാണ് ചന്ദ്രനാഥ് സാറിനൊക്കെ നടന്നു വന്ന. ഞാൻ പഠിക്കുമ്പോൾ SB കോളേജേ ഉള്ളൂ അവിടെ. അല്ലെങ്കിൽ പന്തളത്ത് പോകണം, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി പോകണം, അല്ലെങ്കിൽ കൊല്ലത്ത് പോകണം. കോളേജുകളുടെ എണ്ണം, ജില്ലകളുടെ എത്ര എണ്ണം ഉണ്ടോ അത്രയൊക്കെ എണ്ണങ്ങൾ ഈ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പൊ അതാണോ? മുക്കിന് കോളേജുകൾ, മുക്കിന് ഹൈസ്കൂളുകൾ, ഒരു പഞ്ചായത്തിൽ 1-ൽ കൂടുതൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, 1 കിലോമീറ്റർ പോലും നടക്കാൻ കഴിയേണ്ട ആവശ്യമില്ലാത്ത പ്രൈമറി പള്ളിക്കൂടങ്ങൾ, LP സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, വൊക്കേഷണൽ ഹയർ സ്കൂൾ, ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വാർഡുകൾ തോറും ലൈബ്രറികൾ. നോക്കൂ, ഇവിടെ എത്ര ലൈബ്രറിയാണ്. കണ്ടന്നൂർ പഞ്ചായത്ത്, ഇത് കായംകുളം മുനിസിപ്പാലിറ്റിയുടെ ഭാഗം, പത്തിയൂർ പഞ്ചായത്ത് 4-5 ലൈബ്രറികളുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെക്കുന്ന ഒരു വലിയ മേഖല ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു ഭരണം ഇവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കുട്ടികളെ സ്നേഹിക്കുന്ന, ഇന്ന് ഞാൻ ആലോചിക്കുകയാണ്, ഒരു കുട്ടിയെ ഇന്ന് പത്രത്തിൽ കണ്ടു, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രവർത്തനത്തെ കുറിച്ച്. ഇവിടെ അടുത്ത ചാരുമൂട്ടിൽ ആ കുട്ടിയെ വീട്ടിൽ ചെന്ന് കൈ നിറയെ മിഠായിയായിട്ടാണ് ആ മന്ത്രി ചെന്നത്. 2-ാം അമ്മയും 2-ാം അച്ഛനും 2-ാം അമ്മയും കൂടെ, അച്ഛനും 2-ാം അമ്മയും കൂടി കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത്. എന്നിട്ട് തോന്നുന്നു ഈ കൊച്ചു കുട്ടികളെയൊക്കെ കണ്ടു ദൈവമാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അവരെ തടയണമെന്നാണ് ജീസസ് പറഞ്ഞത്. ജീസസ് വിജയികൾക്കുള്ള അവാർഡ് വിതരണം CNN നമ്പിയും ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം ശ്രീധരൻ നായരും ചേർന്ന് നിർവഹിച്ചു. ടഗ് ഓഫ് വാർ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡലും, സൈക്കിൾ പോളോ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലും നേടിയ ദിയാകിരൺ, വിവിധ ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഉണ്ണിമായ A, അവന്തിക S, മുഹമ്മദ് നബീൽ, രഹിന തുടങ്ങിയ യുവപ്രതിഭകളെയും ആദരിച്ചു. ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം ചന്ദ്രൻ നായർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി സെക്രട്ടറി S. രാജേന്ദ്രൻ, ലൈബ്രറി വൈസ് പ്രസിഡന്റ് വിജയകുമാർ, ജോയിന്റ് സെക്രട്ടറി വിക്രമൻ നായർ എന്നിവർ സംസാരിച്ചു. ലൈബ്രറിയൻ CK ഉണ്ണിത്താൻ കൃതജ്ഞത പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.